ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് വെച്ചൊരു നല്ലൊരു മീൻകറി റെസിപ്പി കണ്ടാലോ. ഇതിവിടെ കിട്ടുന്ന മീൻ, ഇതിന് പറയുന്ന കത്തള എന്നാട്ടോ ഇവിടെ പറയുന്നത്. നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കിട്ടുന്ന മീനാണിത് മെയിനായിട്ട്. നല്ല ടേസ്റ്റി മീനാണ്. നമ്മുടെ നാട്ടിൽ മത്തി, അയില അങ്ങനെ കടൽ മീനുകളൊന്നും ഇവിടെ ഈ പഞ്ചാബിൽ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് കിട്ടാറില്ല കേട്ടോ. നമ്മൾ ഈ മീനൊക്കെയാണ് ഉപയോഗിക്കാറ്. നല്ല മീനാട്ടോ ഇത്. അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാണാം. തേങ്ങ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, മുളക് പൊടി, എരിവുള്ളത് എരിവില്ലാത്തതും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് വഴറ്റാനുള്ള എന്തൊക്കെയാണെന്ന് കാണാം. തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴറ്റിയെടുക്കണമെന്നില്ല. കുറച്ച് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഒരു വട്ടം ഒന്നിങ്ങനെ മീൻകറി വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം വേണം നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോഴാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എത്ര വെള്ളം വേണോ അത്ര അനുസരിച്ച്, മീനിൻ്റെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് കുടംപുളി കഴുകിയിട്ട് ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് ഈ അരപ്പും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട്. എന്താ പറയുന്നത്, കപ്പയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് മീനുകളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൺചട്ടി ഉണ്ടായിരുന്നതാണ്, പൊട്ടിപ്പോവും. എപ്പോൾ കൊണ്ടുവന്നാലും പൊട്ടിപ്പോവും അതെങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പരമാവധി സ്റ്റീൽ ചട്ടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റിയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരുമാതിരി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചിടാം. നന്നായിട്ട് കടുകെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്, ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെക്കുമ്പോൾ ഇതിലും ഇനി കുറുകി കിട്ടും, നമുക്ക് കറക്റ്റായിട്ട് കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കതിനകത്തോട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഒരു വട്ടം ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കണേ. നല്ല രുചിയാണ് മീൻ കറിക്ക്. അപ്പം നാട്ടിലത്തെ മീൻ കിട്ടുന്ന ഏത് മീൻ വേണേലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ചെയ്യണേ. അതുപോലെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ബൈ ഗൈസ്.